ഇതിപ്പോൾ ചിന്തിക്കുന്നവർ വിചാരിക്കും ഓ ഇവളിപ്പോൾ വന്ന പുരോഗമനവാദം പറയണം. അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കമ്പൽസറി പഠിപ്പിച്ചു കൊടുക്കണം, ആണിനായാലും പെണ്ണിനായാലും. ഈ ക്യൂരിയോസിറ്റി പലപ്പോഴും പല അക്രമങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു സ്ത്രീ എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ക്യൂരിയോസിറ്റി, സെക്സ് എന്താണെന്നുള്ളതിൻ്റെ ക്യൂരിയോസിറ്റി, അത് ഒരു സമയത്ത് ഉണ്ടാവും. അത് എവിടെ ഒരു അദൃശ്യമായ ഒരു സാധനം അവിടെ ഉണ്ട്, അത് എങ്ങനെ പൊട്ടിക്കും എന്നുള്ളത് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സും പേരൻസും ഒക്കെ ഒത്തിരി മാറി, അവരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാവരും എപ്പോഴും പറയും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം, സ്ത്രീകളെ. പുരുഷന്മാർക്കും തിരിച്ച് റെസ്പെക്ട് വേണം. അത് നമ്മൾ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തല്ലുക, ഇടിക്കുക, പിടിക്കുക, കുത്തുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണിനും കിട്ടുന്നുണ്ടാവും, പെണ്ണിന് കൂടുതൽ കിട്ടുന്നുണ്ടാവും. കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. ഇതൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അത് വീണ്ടും കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര രസകരമായ ഒരു കാഴ്ചയായിരിക്കും. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും സൈന സൗത്ത് പ്ലസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സമാധാന പുസ്തകം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ബറ്റാലിയൻ ആളുകളാണ്. എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പറയൂ, സിനിമയുടെ വിശേഷങ്ങൾ പറയൂ. സമാധാന പുസ്തകം ചേട്ടൻ തുടങ്ങിക്കോ. സമാധാന പുസ്തകം നമ്മൾ ഈ ജൂലൈ 19 റിലീസ് ചെയ്യാൻ പോവാണ്. അതൊരു കൊച്ചു പുസ്തകമാണ്. കൊച്ചു പുസ്തകം എന്നും പറയും, കൊച്ചു സിനിമ എന്ന അർത്ഥത്തിൽ കൊച്ചു പുസ്തകമായിട്ടും പറയാം. സമാധാനമാണ് നമ്മൾ കാക്ഷിക്കുന്നത്. പടം എല്ലാവരും വന്ന് കണ്ട് നമ്മളെ ഇതിൻ്റെ സംവിധായകനെയും എൻ്റെ പ്രൊഡ്യൂസറെയും നടന്മാരെല്ലാവരെയും സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അതെന്താ അങ്ങനെ ഒരു ടോക്ക്, ഒരു അർത്ഥം വെച്ച് സംസാരം? അല്ല, പടം വിജയിക്കണല്ലോ, അവരെല്ലാം സമാധാനം പോവില്ലേ, നമ്മൾ അഭിനയിച്ചവർക്കുള്ള സമാധാനം പോകും. കൊച്ചു കുട്ടികളുടെ സിനിമയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, +2, +1 അങ്ങനത്തെ റേഞ്ചിലുള്ള 2 കാലഘട്ടം പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രസൻറ്റിൽ പറയുന്നത് +1 +2 കാലഘട്ടത്തിലും അവിടുന്ന് ഫ്ലാഷ് ബാക്കിൽ പോകുമ്പോൾ 10ാം ക്ലാസ്സിലെ അതേ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ്സിലെ കാര്യങ്ങളാണ്. പിന്നെ ട്രെയിലറിലൊക്കെ കണ്ട പോലത്തെ ഒരു കാര്യമാണ്, ഒരു സെക്സ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമായിട്ട് പറയാം. അത്ര ഭയങ്കര ശാസ്ത്രീയമായിട്ടല്ല, ഇത്തിരി ഫണ്ണിൻ്റെ ഒരു മേമ്പൊടിയൊക്കെ ചേർത്തിട്ട് അത് ഗൗരവമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇത്തിരി തമാശ കലർത്തി പറയണം. ഇനി വീണ പറയും ബാക്കി. അന്ന് ചോദിക്കുക, എന്നാലേ ഞാൻ പറയൂ. വീണ ചേച്ചിയുടെ ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ അതിൽ ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കഥാപാത്രം. അപ്പൊ വളരെ ഒരു സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു സീനാണ് ട്രെയിലറിൽ കണ്ടത്. അപ്പൊ വളരെ സാധാരണക്കാരിയായ ഒരു അമ്മ, അങ്ങനെയാണോ? ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അതായത് നോർമലി ചെയ്യുന്ന ഒന്നെങ്കിൽ കോമഡി ക്യാരക്ടറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വേറൊരു ടൈപ്പ് ഓഫ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു ക്യാരക്ടർ. അപ്പൂൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. 3-4 കുറച്ച് കുരുത്തക്കേട പിള്ളേരുണ്ട്. അതിനകത്ത് ഒരു കുരുത്തങ്കട്ട കുഞ്ഞാണ് അപ്പു. രമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു സാധാരണ ഒരു വീട്ടമ്മ. അത് സിനിമയിൽ ആ പറയുന്ന പഴയ കാലഘട്ടം പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ അപ്പൂൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൊത്തത്തിലുണ്ട് ആ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ട്. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്ന ഒരു ടൈപ്പാണെന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിങ്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ അവസരം കിട്ടിയാലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുക, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ സിനിമേൻ്റെ അകത്ത് ഇവന്റെ ഒപ്പം അല്ല, ഇവന്റെ എല്ലാ കുരുത്തക്കേടിനും ഒപ്പം നിൽക്കുന്ന ഫ്രണ്ടാണ് ഞാൻ. ചങ്കുപടിയാണ്. ഞങ്ങള് ആ 2 മാസത്തേക്ക് അങ്ങനെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഓ, എങ്ങനെ? ഞങ്ങൾ ആ 2 മാസം മാത്രമേ കുരുത്തങ്കെട്ട് കുട്ടികളായിരുന്നുള്ള ചോദിച്ചറിയുമ്പോ അവരാ ക്യാരക്ടറിന്റെ പിന്നെ അവർക്ക് അങ്ങോട്ടേ വിട്ടിട്ട് വരാൻ പറ്റില്ല. അവര് പിന്നെ ഇപ്പോഴും അതുപോലെ തന്നെ ജീവിച്ചോണ്ടിരിക്കുക. അബ്ദുയുടെ ക്യാരക്ടറും എന്റെ ഞാൻ യോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിൽ നല്ല സാമ്യമുണ്ട്. സത്യം പറഞ്ഞ സാമ്യമുണ്ട് സത്യം പറഞ്ഞ. അതുകൊണ്ട് ഈസി ആയിരുന്നു ആക്ട് ചെയ്യാൻ അത്യാവശ്യം. പിന്നെ പഴയ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ആ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അറിയില്ല, എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ പറഞ്ഞു തരുമ്പോ ആക്ട് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പാടാ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ക്യാരക്ടർ പേര് അപ്പു, ആദർശ് മാധവൻ. അതായത് അപ്പൂന്ന് വീട്ടിൽ നിന്ന് വിളിക്കും, സ്കൂളിന്റെ പേര് ആദർശ് മാധവൻ. എന്റെ ഫ്രണ്ട് അമ്മ, സാറ്, ഇവരൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്ന കടക്കാരൻ. അതെ, എനിക്ക് ഇവന്റെ ക്യാരക്ടർ ആണെങ്കിൽ കൂടി സകല കുരുത്തക്കേടിനും ഒപ്പം നിൽക്കുന്ന ഒരു ചങ്ക്. എല്ലാ കുരുത്തക്കേടും ഉണ്ടാവും, പക്ഷെ പ്രശ്നം വരുമ്പം ഞാൻ മാത്രം വിടും. അങ്ങനത്തെ ഒരു അങ്ങനെ തന്നെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ട്. അയ്യോ, പെടുത്തിട്ടുണ്ടോ? എങ്ങനെ റിലേറ്റബിൾ ആയിരുന്നു. വെളി പറയല്ലേ. പിന്നെ
അമ്മയുടെ ക്യാരക്ടർ ആണെങ്കിൽ കൂടുതൽ എനിക്ക് അമ്മയാണല്ലോ, അതെ. നമുക്ക് റിലേറ്റബിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ ഫോട്ടോയിൽ കാണിച്ചിരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും സ്വഭാവമുള്ള ആൾക്കാരാണ് ഉള്ളത്. അതായത് അബ്നോർമൽ ആയിട്ട് ആരുമില്ല, എല്ലാവരും നോർമൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിലും ഇപ്പൊ ഓർക്കുട്ടി ഫേസ്ബുക്ക് അങ്ങനല്ല, ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഇപ്പൊ കൂടുതലാണ്. പക്ഷെ ഈ സിനിമയുടെ ഇവരുടെ ഈ ഞങ്ങളുടെ ഒരു ഏരിയ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാത്ത ഒരു സമയം പറയുന്നത്. പക്ഷെ അന്നത്തെ അതേ സിറ്റുവേഷൻ ഇപ്പോഴും പലയിടത്തും ഉണ്ട്. അത് കുറച്ച് എല്ലാവർക്കും കാണുന്ന പല തലമുറകളിലുള്ള ആൾക്കാർക്കും കുറേ പോർഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പല സിനിമകളും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തെങ്കിലും അതായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യുമ്പോഴല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് നമുക്ക് വിശ്വാസം. പിന്നെ ഭയങ്കര മറ്റേ വാദോരാതെ നമുക്ക് ഇത് ഭയങ്കര ബ്രഹ്മാണ്ഡ പടമാണ്, ഒരു ചെറിയ പട, വലിയ ഒരുപാട് താരങ്ങളൊന്നും ഇല്ലാത്തൊരു കൊച്ചു പട. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, അതേ ഉള്ളൂ. ഇനി ഇവരൊക്കെ നന്നാക്കുന്ന നമ്മുടെ കടക്കാരൻ ചേട്ടനിലേക്ക് വരാം. വളരെ സന്തോഷം. നല്ലൊരു സിനിമയാണ്. അതിനകത്ത് ഇവരുടെയൊക്കെ കഥയുടെ ചില കാര്യങ്ങളൊക്കെ എന്നിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നിലൂടെയാണ് ഇവരിലേക്ക് ഇതൊക്കെ എത്തപ്പെടുന്ന ഒരു ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളൊക്കെ കണ്ടും കേട്ടും ഒക്കെ അനുഭവിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ. അതെ, നമ്മളൊക്കെ കണ്ടതും കേട്ടതും കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. ഇതൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ്. അത് വീണ്ടും കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര രസകരമായ ഒരു കാഴ്ചയായിരിക്കും, ഒരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അടിയുറച്ച വിശ്വാസം. അത് അങ്ങനെ തന്നെ വരും. തമാശയ്ക്കുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ തമാശയുണ്ട്. രസകരമായി 2 മണിക്കൂർ നേരം വളരെ മനുഷ്യനെ എന്റർടൈൻ ഉറപ്പാണ്. ചേട്ടൻ ഇപ്പൊ കുറെ വട്ടം പറഞ്ഞു ചേട്ടൻ വളരെ റിലേറ്റബിൾ ആയത്. ചേട്ടൻ അങ്ങനത്തെ അനുഭവം ഒരെണ്ണം പറയോ? അനുഭവത്തിന്റെ ഒരു 10-28 വർഷം മുമ്പ് ഒരു ചേർത്തല ഒരു സ്ഥലത്ത് നാടകം കളിക്കാൻ പോയിരിക്കും. അപ്പം നമ്മൾ ലോഡ്ജിൽ ക്യാമ്പ് ചെയ്താണ് നാടകം കളിക്കുന്നത്. അപ്പം ഇവിടെ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയ വലിയ തരംഗമൊക്കെ ഉള്ള സമയമാണ്. അതിന് പേര് ഞാൻ പറയുന്നില്ല. ആ സമയത്ത് കുറേ ഡ്രൈവിംഗ് സ്കൂള് അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇറങ്ങി ഭയങ്കര കട്ടുനിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനുണ്ട്. പുള്ളി നല്ല പ്രായമുള്ളൂ. പുള്ളിയുടെ വൈഫൊക്കെ മരിച്ചു, ഒരു മകനുണ്ട്. മകനെ കല്യാണം കഴിച്ചു വിട്ടു. പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാനും പുള്ളി ഭയങ്കര ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ചാരങ്ങാട്ടം എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ട് നമ്മുടെ ചേർത്തല, പടം കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കഷ്ണം പടമാണ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ക്യാമ്പ് ചെയ്യുക, ചേർത്തല ക്യാമ്പ് ചെയ്തല്ലോ. ഒരു സ്ഥലത്ത് നാടകം കളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ പോവുക. അപ്പോൾ ആ നാടകത്തിൽ എനിക്ക് മുട്ട അടിച്ചിരിക്കാൻ കുടിയൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ ഈ 2 ക്യൂവാണ്. ഒരു ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നു, അടുത്ത ക്യൂ ഇങ്ങനെ കറങ്ങി വന്ന് ടിക്കറ്റ് എടുത്ത് പോകണമല്ലോ. എല്ലാവരും നിൽക്കണം ക്യൂവിനകത്ത്. നേരെ ഓപ്പോസിറ്റ് ഒരു പയ്യൻ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. 1-2 പേര് ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കാണാൻ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും ചിരിച്ചിരിച്ച്. അപ്പോൾ ദൂരെന്ന് ചിരിച്ച് ഞങ്ങൾ നേരെ വന്നപ്പോൾ എന്നോട് പറയുക, ഞങ്ങളോട് ഇന്നലെ നാടകം കളിക്കാൻ വന്ന ഇത് നടന്ന കാര്യമാണ്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ നിന്ന് ചിരിച്ചു വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ പയ്യനെ കുറച്ച് അറിവ് സമ്പാദിച്ചുകൊണ്ട് പോയി, ഞാനും കുറച്ച് അറിവ് സമ്പാദിച്ചുകൊണ്ട് പോകും, അത്രേ ഉള്ളൂ. ഒത്തിരി രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറുപ്പത്തിൻ്റെ ഒരു ഇപ്പോഴും മോശക്കാരനൊന്നുമല്ല. നമ്മൾ ആരുടെ സർട്ടിഫിക്കറ്റിനല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അത് ആ പൊളി, അത്രേ ഉള്ളൂ കാര്യം. സെക്സ് എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇനി ഗുഡ് വേ പറയാ ബാഡ് വേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തമാശയിൽ പൊതിഞ്ഞിട്ടാണ് എങ്ങനെയായാലും സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യമാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ തലമുറയ്ക്കല്ലല്ലോ, ഞങ്ങൾക്ക് വരെ വേണം. 5-6 തലമുറ മുമ്പിലുള്ള ആൾക്കാർ, നമ്മുടെ ഫാദർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പന്മാർക്ക് വരെ കൊടുത്തു. കാരണം അത്ര മോശമായിട്ടാണല്ലോ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെ ഇപ്പല്ലേ സ്കൂളിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താന്ന് പറയുമ്പോൾ ഒരുപാട് എതിർപ്പ് വരുന്നുണ്ട്. എന്തിനാണ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് തുണ്ടുവടം കാണിക്കുക, അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തിലേക്കാണ് ഇതുപോലെ ഒരു എന്താ പറയുക ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളെല്ലാവരും സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ചേട്ടനും പറഞ്ഞു നമുക്കൊരു 5-6 തലമുറ മുമ്പേ ഈ ഒരു എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെലവൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരെ പോയി സ്കൂളിൽ കൊണ്ടുപോയിട്ട് പീസ് പടം കാണിപ്പിക്കാനല്ലോ. അതിപ്പോ എല്ലാവരും കാണുന്നുണ്ട്. മൊബൈലിൽ കിട്ടിയ നോക്കുന്ന എല്ലാ ആൾക്കാരും ലിങ്കിൽ നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് എഡ്യൂക്കേഷൻ ആ ഒരു രീതിയിൽ ഗുണപരമായി നടക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ള ക്യൂരിയോസിറ്റി, ഈ ക്യൂരിയോസിറ്റി പലപ്പോഴും പല അക്രമങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു സ്ത്രീ എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ക്യൂരിയോസിറ്റി, സെക്സ് എന്താണെന്നുള്ളതിൻ്റെ ക്യൂരിയോസിറ്റി അത് ഒരു സമയത്ത് ഉണ്ടാവും. മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാവരിലും ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അത് ലഭ്യമാകാതെ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇപ്പോൾ കുറച്ച് ശാന്തതയുണ്ട്. ഇതാണ് സംഭവം, ഇങ്ങനെയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷനും സ്ത്രീയും ഇടപഴകുന്നത് നല്ലതല്ലേ? ഇടപഴകാൻ നമ്മളിപ്പോഴും മിക്സഡ് സ്കൂൾ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ പോലും
അവിടെ ഒരു വരമ്പ് വെച്ചിട്ട് തന്നെയാണ് അല്ലേ? നമ്മളൊക്കെ അങ്ങനെ പറയും, മിക്സഡിൽ പഠിച്ചു, മിക്സഡിൽ പഠിക്കുന്നില്ല, മിക്സഡിലാണ് വർത്താനം പറയും. പക്ഷെ ആ ഒരു ഇത് എവിടെ ഒരു അദൃശ്യമായ ഒരു സാധനം അവിടെ ഉണ്ട്. അതെങ്ങനെ പൊട്ടിക്കും എന്നുള്ളത് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ പാരൻസ് ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റില്ല. നമുക്കൊരു മകളുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ പറയാ അല്ലേ? അത് നമ്മുടെ ഉള്ളിൽ റൂട്ടഡ് ആയിട്ടുള്ള അത് കുറേ സമയം എടുക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ ശ്രമങ്ങൾ നടത്തിയാൽ അത് കലയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ മാറ്റാനൊരു ശ്രമം. പക്ഷെ അത് നേരിട്ട് നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ്സൊന്നും നടത്താൻ പറ്റില്ല. നമ്മുടെ പണി അതല്ല. നമുക്ക് കലയിലൂടെ അത് പറയാൻ പറ്റിയ അത്രയും നല്ലത്. അങ്ങനെയാണ് നമ്മൾ അതിന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റണം. തമാശയാണ് അത്, നല്ല തമാശയുണ്ട്. പക്ഷെ അതിലൊരു കൊട്ട് തലയ്ക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എനിക്ക് എന്ന് തോന്നണമല്ലോ അതേത് വിഷയത്തിൽ. അങ്ങനെ ഈ സിനിമ അതിനൊരു ഗ്യാരണ്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചേച്ചി ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. അപ്പൊ ആ ക്യാരക്ടറും ഇതുപോലെ അപ്പുവിന്റെ അമ്മ എന്നുള്ള ക്യാരക്ടർ തമ്മിൽ എത്ര റിലേറ്റീവ് ആയിരുന്നു? അപ്പുവിന്റെ അമ്മ പക്ക 2000-ൽ, അതായത് എൻ്റെ അമ്മയൊക്കെ എങ്ങനെയായിരുന്നോ, എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ നാട്ടിൻപുറത്തുള്ളതാണ്. അപ്പം അന്നത്തെ ഒരു ചിന്താഗതിയെ ഭയങ്കര വ്യത്യാസമാണ്. എന്താ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയും, എനിക്ക് ഇവിടെ അങ്ങനെ പറയുന്നത്, തലച്ചോറ് ആണുങ്ങളെ കഴിക്കാൻ പാടുള്ളൂ. അതായത് അടുപ്പിൽ നിന്ന് വാർത്ത ഉടനെയുള്ള ആദ്യ ചോറില്ലേ, ഫസ്റ്റിലത്തെ തവി, അത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കിനും ഓടി ചെല്ലുമ്പോഴത്തേനും തലച്ചോറ് തിന്നു അവൾ വണ്ണം വെച്ച് അങ്ങേറ്റം എത്തിയെന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി മാറി. അപ്പൂൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാളാണ്. അതിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത അമ്മയാണ് ഞാനിപ്പോൾ. എൻ്റെ മോനെ എൻ്റെ മോനെ ഇപ്പം ആണാണ്. ഇനിയിപ്പോൾ നാളെ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാലും ആണിനെ ഇങ്ങനെ വളർത്തണം, പെണ്ണിനെ ഇങ്ങനെ വളർത്തണം, അങ്ങനെയല്ല. അവർ നല്ലൊരു മനുഷ്യരായിട്ട് ആണെന്നോ പെണ്ണെന്നോ വേർതിരിവ് എവിടെ എന്തിനു കൊടുക്കണം, അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ പെൺകുട്ടികളെ വീട്ടിൽ മാത്രം ജോലിക്ക് നിന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ചെന്ന് കയറുന്ന വീട്ടിൽ അവർ ഇത്ര നാളും എങ്ങനെ ഭക്ഷണം വെച്ച് കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ചെയ്യും. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാം കല്യാണം കഴിച്ച വീട്ടിലോ ഫുഡ് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവരെ കഴിപ്പിക്കണം, അതെൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അതെൻ്റെ സന്തോഷമാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ ഫുഡ് വെച്ച് കൊടുക്കുന്നത് എന്നല്ല, എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എനിക്ക് ബ്രദറുണ്ട്, ഏട്ടൻ ഫുഡ് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഏട്ടന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, വെച്ചോട്ടെ. അത് നിർബന്ധമാകുമ്പോഴായി പ്രശ്നം വരുന്നത്. അല്ല, ഇതെല്ലാം നിർബന്ധമാകുമ്പോഴായി പ്രശ്നം വരുന്നത്. പെണ്ണിന് ഇത്ര ജോലി, ആണിന് ഇത്ര ജോലി, അങ്ങനെയില്ല. ഇവിടെയുള്ള ഈ ആണും പെണ്ണും ഒക്കെ എബ്രോഡ് പോയി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഭർത്താവ് ഡേ ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വൈഫ് പോകുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഭർത്താവാണ്. ഇത് തന്നെ തിരിച്ചും മറിച്ചു. പക്ഷെ നാട്ടിൽ വരുമ്പോൾ ഇത് രീതി മാറുന്നുണ്ട്. ആ രീതി മാറണമെന്നാ. അതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചിന്തിക്കുന്നവർ വിചാരിക്കും, ഇവളിപ്പോൾ വന്ന പുരോഗമനവാദം പറയാണ്. അങ്ങനെയല്ല, ഇനി അങ്ങനെ ആവണം. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ ജോലിക്ക് പോകുന്ന കാലഘട്ടമാണ്. എൻ്റെ രണ്ട് വീട്ടിലെല്ലാവരും ജോലി ചെയ്താലേ ഇന്നത്തെ കാലത്ത് വീട് ഓടുള്ളൂ. അപ്പോൾ അത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം എൻ്റെ മോനോട് ഞാൻ പറയുന്നത്, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണം, തിരിച്ച് പുരുഷന്മാരെ റെസ്പെക്റ്റ് ചെയ്യണം. ഗിവ് ആൻഡ് ടേക്ക് ആണ് രണ്ടും. സ്ത്രീകളെ മാത്രം എല്ലാവരും എപ്പോഴും പറയും സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണം, പുരുഷന്മാർക്കും തിരിച്ച് റെസ്പെക്റ്റ് വേണം. ഗിവ് ആൻഡ് ടേക്ക് ആണ് റെസ്പെക്റ്റ് എവിടെയും. അത് നമ്മൾ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഈ തല്ലുക, ഇടിക്കുക, പിടിക്കുക, കുത്തുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണിനും കിട്ടുന്നുണ്ടാവും, പെണ്ണിന് കൂടുതൽ കിട്ടുന്നുണ്ടാവും. അതും നല്ലതല്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ വരുന്ന തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ലിറ്ററസിയും നല്ല എഡ്യൂക്കേഷനും അത് രണ്ടും ഒരേപോലെ വേണം. അതുണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ എൻ്റെ മകൻ പഠിച്ചതിൻ്റെ കാര്യമില്ല, അതിനകത്ത് ലിറ്ററസിയും കൂടെ വേണം. എന്നാലേ അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇതറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബോധം നമ്മൾ പേരൻസും ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സും പേരൻസും ഒക്കെ ഒത്തിരി മാറി. അവരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല. കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. സോ നമ്മുടെ മക്കൾക്കും കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഇന്ന് എന്താണ് പുറമേ നടക്കുന്നത്. ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് കമ്പൽസറി പഠിപ്പിച്ചു കൊടുക്കണം. ആണിനായാലും പെണ്ണിനായാലും ഏജൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അമ്പാടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അവന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അവൻ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഇപ്പോഴും അവൻ തന്നെയാണ്. ഞാനാ പിന്നെയും അലമ്പ് കാണിക്കണേ. അവൻ പ്ലേറ്റ് പിന്നെയും കൊണ്ട് ടേബിൾ അറ്റ്ലീസ്റ്റ് കഴിക്കുന്നതിൻ്റെ സൈഡിലെങ്കിലും കൊണ്ട് വയ്ക്കും, ഞാനാ പിന്നെ അലമ്പ് കാണിക്കാം. ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ നല്ല രീതിയിൽ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ മറ്റേ രാവിലെ 5 മണിക്ക് എണീറ്റ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത കുറേ നമ്മുടെ സമൂഹത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും വരുന്ന തലമുറ, ഇനിയും വരുന്ന ഈ പാഠ്യപദ്ധതിയിലൊക്കെ തന്നെ
അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. അല്ലാതെ മറ്റേ ചരിത്രമൊക്കെ ആവശ്യത്തിന് പഠിച്ചാൽ മതി. നമ്മുടെ ലോകത്തെപ്പറ്റി അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പഴയ രാഷ്ട്രീയമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള അതൊക്കെ ആവശ്യത്തിന് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൂടെ പുതിയ തലമുറയെ പഠിപ്പിക്കണം. കാരണം അവർ നന്നായി വളരട്ടെ, അതല്ലേ നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ എന്താ പറയുക, ഇംഗ്ലീഷ് സ്റ്റൈൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഇത് കൊണ്ടുവരണം എന്നല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കേരളീയമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ബേസിക്കലി. അതിനെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോവാലോ. അല്ലാതെ ഇപ്പം പാതിരാത്രിയിൽ 12 മണിക്ക് എനിക്ക് ഇറങ്ങി കിടക്കണം, ആ സാധനം ഒന്നല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത കുറച്ച് നമ്മുടെ സമൂഹത്തിൽ വരേണ്ട കുറേ വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ ഒത്തിരി മാറി. 10 വർഷം മുന്നത്തെ സമൂഹമല്ല ഇപ്പോൾ. ഇനി ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഈ ചേഞ്ച് വരും, ഒത്തിരി ചേഞ്ചുകൾ വരും. അതുപോലെ ഒരു ചെറിയ ചേഞ്ച് വളരെ രസകരമായിട്ടാണ് നമ്മുടെ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അത് സിനിമ കണ്ടു പോകുമ്പം അത് ആൾക്കാർക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് രസകരമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിലാണ് ഡയറക്ടർ അത് ചെയ്തിരിക്കുന്നത്. അതിനിപ്പം ബാക്കി പ്രേക്ഷകരാണ് കണ്ടിട്ട് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും സെറ്റിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? കുറെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, പുതിയ ആളുകളൊക്കെ ആയിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കൊരു വെക്കേഷൻ വൈബ് തന്നെയായിരുന്നല്ലേ? സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുത്ത് അവിടെ നിന്ന് പഠിച്ചും കളിച്ചും ഇറങ്ങി വന്ന ഒരു ഫീൽ തന്നെയാണ്. കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്തു. പൊതുവെ ആൾക്കാർ അങ്ങനെ സെറ്റ് നല്ലതാന്ന് പറയുന്നതാണ്. ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും ചില സംഭവങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യില്ല, നല്ല ഒരു വൈബ് ഫീൽ ചെയ്യില്ല. ഇത് വന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ലൊക്കേഷൻ മൊത്തം സ്കൂളാണ്. അവിടെ ചെല്ലുന്നതോടുകൂടി നമ്മുടെ ഇത് അലക്കാനോ കൊമ്പ് മുളച്ചൊക്കെ കൊഴിഞ്ഞു പോകും. നമ്മ ഒരു സ്കൂൾ, സാധാരണ സ്കൂള്, നമുക്ക് അവിടെ ഇരിക്കണേ അന്ന വല്ല ബെഞ്ചിൽ പോയിരിക്കുക, അവിടെ ബെഞ്ചിലിരിക്കുക, എല്ലാവരും ഒരു വെറും സാധാരണ ആൾക്കാരായി മാറുക. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ആൾക്കാർ സാധാരണ ആൾക്കാരല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ നമുക്കേ നമ്മുടെ ഒരു കുഞ്ഞു ഒരു പരിപാടി നമ്മളൊരു എല്ലാവരും ഒത്തുകൂടിയിട്ട് ഈ ഓണാഘോഷത്തിന് നമുക്കൊരു ഓട്ടങ്ങൾ കളിക്കാം എന്നൊക്കെ പറയണ സാധാരണ നാട്ടുപുറത്തൊക്കെ ചെയ്ത പോലെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇവർ പറയുമ്പോഴേ ഞങ്ങളിങ്ങനെ ഒരു ഭയങ്കര വൈബ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് റിയലായിട്ട് ഫീൽ ചെയ്തിരുന്നു. കുട്ടികളുടെ മാത്രമല്ല, നമുക്കതുണ്ടായിരുന്നു. ഇപ്പൊ ചേട്ടന്റെ കട ശരിക്കും സ്കൂളിൽ നിന്ന് പുറത്താണല്ലോ. അപ്പം ഇവരായിട്ട് ഇന്ററാക്ഷൻ ഒക്കെ ഈ കടയിൽ വരുന്നവരായിട്ടൊക്കെ അല്ലായിരുന്നോ ഇന്ററാക്ഷൻ ഉണ്ടായില്ലേ? സ്കൂളിൽ പോകുന്നൊക്കെ ഉണ്ടായിരുന്നോ ഷൂട്ടിന്റെ സമയത്തൊക്കെ? ഇല്ല. മറ്റേ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ല് പത്താഴത്തിലുണ്ടെങ്കിൽ എലി അങ്ങ് ഇടിക്കുന്ന വരുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ കടയിലോട്ട് ഇവർ വന്നോളും. അങ്ങനെ സ്കൂളിൽ പോകുന്ന കേസൊന്നുമില്ല. എനിക്ക് പണ്ടും ഇഷ്ടമല്ലായിരുന്നു സ്കൂളിൽ പോകുന്നത്. ഇവർ വരുന്നു, നമ്മുടെ കസ്റ്റമേഴ്സ് അവരൊക്കെ. ലൊക്കേഷനൊക്കെ അടുത്തടുത്താണ്. ഞാനങ്ങനെ സെറ്റിൽമെന്റ് ഹൈസ്കൂൾ അവിടെ. ഇപ്പൊ ഇവര് രണ്ടുപേരും, ഇപ്പൊ ചേച്ചി ആണെങ്കിലും വളരെ കോമഡി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്, അതുപോലെ തന്നെ സീരിയസ് റോൾസും ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി കോമഡി കൈകാര്യം ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സീരിയസ് റോൾസ് ചെയ്യാനാണോ ഇഷ്ടം? എനിക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതാണ് ഇഷ്ടം. അതെ, സത്യമാണ്. എനിക്ക് അതിൻ്റെ കാര്യം, ഞാനൊരു പറഞ്ഞ പോലെ നാടകത്തിൽ 17 വർഷക്കാലം ഹ്യൂമർ തന്നെ ചെയ്തത്. ഞാൻ അവാർഡ് കിട്ടിയതൊക്കെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതെല്ലാം ഈ ഹ്യൂമറിനാണ്. ഇനിയൊന്നും എൻ്റെ ഇല്ലെന്ന്, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും വേറെ ഒന്ന് മാറി ചെയ്യാൻ വേണ്ടി ഞാൻ ശരിക്കും എനിക്കറിയാം, ഞാൻ പാവമാണ്, വളരെ പാവപ്പെട്ട ഒരാളാണ്, വളരെ പാവം. എനിക്ക് അതങ്ങനെ ചെയ്തിട്ട് തന്നെ എടുക്കാനാണ്. നമ്മൾ പാവമല്ല തോന്നുന്ന, നമുക്ക് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കഥാപാത്രം ചെയ്യുമ്പോഴാണ് പെർഫോമൻസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എല്ലാ സിനിമയിലും ഞാൻ അങ്ങനെ എല്ലാ സിനിമയും ഒരുപോലെ അഭിനയിക്കുന്നത്, അതാണ് എൻ്റെ ഇത്. അപ്പോൾ അത് ഈ പാവമായിട്ട് അഭിനയിക്കുന്നുണ്ടാണ്. വേറെ പണി കാണിച്ചു തരാം. അതാണ് അതുകൊണ്ട് ആ നെഗറ്റീവ് ക്യാരക്ടറുകളാണ്. ഇപ്പം വരാൻ പോകുന്ന പടങ്ങളൊക്കെ 1-2 ചെറുതായിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അല്ല നോക്കണം, എനിക്കതാ നെഗറ്റീവ് ആകാം എന്തെങ്കിലും അവിടെ പെർഫോം ഉണ്ടാകുന്ന എൻ്റെ വിചാരം. കാരണം നമ്മളല്ലാത്തതിനകത്ത് ഇപ്പോൾ ഒരു കടക്കാരൻ, സ്വാഭാവികമായിട്ട് കടക്കാരൻ്റെ ക്യാരക്ടർ വേറെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില മാനസങ്ങളൊക്കെ ഒരുപോലൊക്കെ വന്നെന്നിരിക്കുക. അപ്പം നമ്മളെ ചൂഷണം ചെയ്യുന്ന കഥാപാത്രങ്ങൾ വരുമ്പോഴില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുള്ളത്. എൻ്റെ ഒരു ഇതാണ്. പിന്നെ തമാശ ഉണ്ടല്ലോ, മതി. അങ്ങനെ തമാശ എന്നൊന്നുമില്ല. നമ്മളിത് എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് പൂച്ച 4 കാലം താഴെ വീഴുന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കി മാറ്റും. തമാശ പോലെ ആൾക്കാർക്ക് ഫീലിംഗ് ഗൗരവമുള്ളതാണ്. തമാശ ചെയ്താലും ജനങ്ങൾ ചിരിച്ചാലാണ് നമ്മളുടെ കരിയറിൽ റെമ്യൂണറേഷൻ കൂടാ, കാശ് കൂടാ. അല്ലേ? സമ്മതിക്കണില്ല അവര്. അങ്ങനെയാണ്. അതായത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും, ആൾക്കാർ കൂടുതൽ കാണാൻ ഇഷ്ടമുണ്ടാവും. പോസ്റ്ററിൽ തല വരും. കരിയർ വൈസ് പറയുകയാണെങ്കിൽ ചിരിക്കുന്ന അതിന് ആൾക്കാർക്ക് പെട്ടെന്ന് ഉള്ള ഇതുണ്ടാവും.
വില്ലനാണെങ്കിൽ ഇപ്പോൾ ആൻറ്റി ഇത് റോൾ ചെയ്ത ഒരു പടത്തിൽ ചെയ്ത പിന്നെ കുറേ പടങ്ങളിൽ നമുക്ക് അത് പിന്നെ നമുക്ക് ആ വില്ലൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. തമാശ ആണെങ്കിൽ ഈ പുട്ടിന് പീര പോലെ തമാശ നടന്മാർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെന്നൊന്നുമില്ല, കിട്ടി ഇത് വെച്ച് ചെയ്ത് കഞ്ഞി കുടിച്ച് പോകാനുള്ള വഴി നോക്കിക്കോട്ടെ മോളെ. പിന്നെ ഇതൊക്കെ പറയാൻ നമ്മൾ ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ പോലെ പള്ളിയിലോട്ട് മാത്രമല്ല ഓട്ടം പോകുന്നത്, എല്ലായിടത്തും പോകും. അമ്പലത്തിലോട്ട് ബിവറേജിലേക്ക് പോകും, എല്ലാ സ്ഥലത്തോട്ടും പോകും. അത് വേറെ പണിയൊന്നും അറിയത്തില്ല, ഇതും തന്നെ എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് വില്ലൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വില്ലൻ മാത്രമല്ല എല്ലാം ചെയ്യും, എല്ലാം പോകും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആൾക്കാർ വിചാരിക്കും പ്രമോദിനെ വിളിക്കണ്ടാവും വില്ലെന്ന് വിളിക്കണ്ട. ഞാൻ ഇങ്ങനെ വില്ലൻ നോക്കിയിരുന്ന റേഷൻ കടക്കാരൻ നമ്മുടെ പലചരക്ക് കടക്കാരൻ എന്തൊക്കെ വില്ലത്തരം കാണിക്കും. ഞാനേ കുറെ കാലമായിട്ട് മലയാള സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ തന്നെയാണ്. ഒരുപാട് സിനിമകൾ അത് തന്നെ ചെയ്തു. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ആയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പോലീസുകാരിക്കും അത്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തൊരു ക്യാരക്ടർ പിടിച്ചാൽ കുറച്ച് നാൾ അങ്ങനെയായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക്. പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ വന്നപ്പോഴത്തേക്കിനും ഞാൻ അവരോട് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പഞ്ചായത്ത് മെമ്പർ ഇത്തിരി ഒന്ന് മാറ്റി വെച്ചാൽ മാറ്റി വെച്ചാൽ ഇപ്പൊ ഒരു പഞ്ചായത്ത് ചിട്ടി എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് മെമ്പറായിട്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മണിയേട്ടാ അത് മാറ്റിയിട്ടേ അതില് ഇപ്പം 2-3 ക്യാരക്ടേഴ്സ് എന്നോട് അതിനകത്ത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ ക്യാരക്ടർ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് എനിക്ക് കുറച്ച് നാളത്തേക്ക് രാജിവെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് പഞ്ചായത്ത് മെമ്പർ വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ക്യാരക്ടറാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര എന്നാ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. രമ എന്ന് പറഞ്ഞ ഈ ഒരു അമ്മ നല്ലൊരമ്മ, എൻ്റെ അമ്മയൊക്കെ പോലത്തെ ഒരു നല്ലൊരമ്മ. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ്. ഇപ്പം രവീഷ് ഒത്തിരി നമ്മൾ തെറ്റുന്ന സമയം എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാവുമോ എന്ന് ഭയങ്കര ആ സീനിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ഇപ്പം ഏതായാലും, കാരണം എനിക്ക് ഇപ്പോഴും കൂടി അഭിനയിക്കുന്നത് ചിലപ്പം ഇച്ചിരി കുറച്ച് ചെയ്താൽ മതി ചേച്ചി, ആ ചെയ്തത് കറക്റ്റാണ്, പക്ഷെ അതിൻ്റെ കുറച്ച് അങ്ങനെ നമുക്ക് പറഞ്ഞു തരുമ്പം നമ്മൾ നന്നായിട്ട്, എനിക്കും ഒരു സ്കൂളാണ്, എനിക്ക് എല്ലാ ലൊക്കേഷനും എനിക്ക് സ്കൂൾ തന്നെയാണ്. ഈ ലൊക്കേഷൻ അതുപോലെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് അത് നന്നായിട്ട് അറിയാം ഈ ഡയറക്ടറിന്. കാരണം ഈ കുട്ടികളെയൊക്കെ കുറേ നാളായിട്ട് മേയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. നല്ല രസമായിട്ടത് ഈ ക്യാരക്ടറിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ബാക്കി പ്രേക്ഷകരെ തീരുമാനിക്കേണ്ടത്. പിന്നെ ഏത് ക്യാരക്ടറാണെങ്കിലും വർക്ക് കണ്ടിന്യൂസ് ഉണ്ടായി സിനിമയിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു വീണ നായരും സിനിമയിലും സീരിയലിലും ഒന്നും നിർബന്ധമല്ല, 100 പേരുണ്ട്. സോ നല്ല ക്യാരക്ടർ കിട്ടുമ്പം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഞങ്ങൾ 3 പേര് പറഞ്ഞത് മനസ്സിലായില്ലേ, പട്ടിണിയും അതാണ്. അപ്പോ അവസരം തന്ന് സഹായിക്കാം. ഏത് ക്യാരക്ടറും അതിപ്പോ നായകനായാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോളാം. അങ്ങനെ ഒരു അവസരം തന്ന അനുവിനും ഈ ഒരു പറയാൻ അനുവിനും വേണ്ട വിധത്തിൽ നമ്മള് ചെയ്യുന്നതാണ്. ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങള് ഫ്ലാറ്റില് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? കഥകൾ പറ. ഇവൻ ഫസ്റ്റ് ദിവസം വന്നു, പിറ്റേ ദിവസം ഇവനെ കണ്ടില്ല. എനിക്ക് പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ട്, ഞാൻ 12 വയസ്സുണ്ടായിരുന്നുള്ളൂ. 13 വയസ്സാ, 13 വയസ്സ് ഇപ്പൊ 15 ആകാൻ പോകുന്നു. 14 ഉള്ളൂ. ഫ്ലാറ്റില് ഞങ്ങളായിരുന്നു, ഞാന്, ഇർഫാന്, പിന്നെ ബാലു, അഭിനന്ദ്, അമല്, ശ്രീലക്ഷ്മി, പിന്നെ മഹിമ. ഞങ്ങളാണ് പിള്ളേരിൽ അവിടെ സ്റ്റേ പരിപാടികൾ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് ബോയ്സ് എല്ലാവരും ഒരു അപ്പാർട്ട്മെന്റ് പരിപാടി. അപ്പൊ 3 വർഷമായിട്ട് വീട്ടിൽ പോയിട്ടില്ല. അപ്പുന്റെ വീട്ടുകാര് വന്ന് കണ്ടോണ്ടിരിക്കുക. അല്ല, ഞാൻ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എന്റെ മൈൻഡ് ഫുൾ ആ സെറ്റിൽ തന്നെയാണ് കുറെ കാലത്തേക്ക്. വൈബ് ചില്ല്, എല്ലാരും ഭയങ്കര കമ്പനിയാണ്, സിങ്കാണ്. പിന്നെ രവീഷ് ചേട്ടനും അസിസ്റ്റൻസും അസോസിയേറ്റ് ആണെങ്കിലും ഡയറക്ടറാണ്, ബഹുമാനിക്കണം, നീട്ടി നിൽക്കണം. സാധനം ആദ്യം മൈൻഡിൽ ആ സാധനമൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ അലിയാ ബന്ധമായി. അല്ല, അങ്ങനെ ഒരു എല്ലാവരുമായിട്ടൊരു കമ്പനി ഉള്ളതുകൊണ്ടായിരുന്നു ഇവർക്ക്. ഇപ്പോൾ ഇവർ മുന്നേ ചെറിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിള്ളേരെല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, യോഹാൻ എന്താ വീട്ടിൽ പോയ ഫസ്റ്റ്? അത് ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ, വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന ഫസ്റ്റ് ടൈമാ. അപ്പൊ രാവിലെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തോട്ട് അങ്ങോട്ട് പോയി അവിടെയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച്
രാത്രി അമ്മേനെ ഫോൺ വിളിച്ച് കരഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ഇവനെ ഉപേക്ഷിച്ചു കൊണ്ട് കളഞ്ഞതാണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് ഇവനും ബാലു ഒക്കെ അത് പറഞ്ഞ് കളിയാക്കുന്നതായിരുന്നു. പിന്നെ അവിടുന്ന് തള്ളി വിടുക തിരിച്ച് വീട്ടിൽ പോകാൻ. ലൊക്കേഷനിൽ ഫുൾ ഉണ്ട്, അമ്മ കൂടെ ഉണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇപ്പോഴും അമ്മ ഉണ്ട് കൂടെ. നമുക്കിന്നൊരു ഗെയിം കളിച്ചാലോ? ഒരു സിനിമ പേരുകൾ കാണിക്കാം, അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്ന അഭിനയിച്ചു. ഭയങ്കര എന്നെ കൊണ്ട് വീണ ചേച്ചി എനിക്ക് പറ്റൂല. ദംഷാറസ് എനിക്ക് പറ്റൂല, ഇവന് പറ്റും, എനിക്ക് പറ്റൂല. ആന്ന് വാടാ മോനെ, ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക. കമോൺ, ഒരാള് ചെയ്താൽ മതി. അതെ അതെ, അതിന് കഷ്ടപ്പെട്ടുണ്ടായിക്കോണമെന്നല്ല, ആരെങ്കിലും ഒരാൾ ഇത് സിനിമ പേരാ. അവൻ വാ തുറക്കുക ചെയ്യില്ലേ? പഴയതാണോ പുതിയതാണോ? പുതിയതോ മിടില്ല. അതവ നോക്കണില്ലല്ലോ. ഓക്കെ, ഇത് പഴയതാ. ചേട്ടാ ചേട്ടാ തണ്ണി തണ്ണീർമത്തന്തരങ്ങൾ. ഇനി യോഹാനും കൂടി. വലുത് ക്യാമറ. അച്ഛന്റെ പടം. അച്ഛന്റെ പടം. ദൃശ്യം. അച്ഛൻ ഫോട്ടോഗ്രാഫി ഡയറക്ടർ ആയിട്ടുള്ള ബിഗ് ബ്രദേഴ്സ്. ചേട്ടൻ ചെയ്യില്ലേ? ഇല്ല വീട്ടിൽ വരെ കുറേ. പഴയ പടം പുതിയ പടം. പണി പാളിയല്ലേ? പഴയതാണോ പുതിയതാണോ? പറയാനേ ഏത് പടാ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? പഴയ പടാണോ? പണ്ടത്തെ പടം? പുതിയ പടം. അയ്യപ്പനെ കുറിച്ച് പഴയതല്ല പുതിയതും അല്ല, റീമേക്ക് പണ്ടത്തെ റീമേക്ക് ചെയ്താണോ? നീല വിളിച്ചാണോ? ഞാൻ എന്നെ എടുക്കും നീലൊക്കെ. അടുത്തത് ജെയിംസന്റെ പിന്നെ ജെയിംസൺ ഒന്ന് അപ്പൊ എല്ലാവരും ഈ പരിപാടി കണ്ടതിൽ സന്തോഷം. ചെയ്യും. സമാധാന പുസ്തകം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സമാധാനത്തോടെ കാണുക. സമാധാനത്തോടെ കാണുക. ഈ വരുന്ന ജൂലൈ 19 നല്ല സിനിമയായിരിക്കും. സന്തോഷമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോ സമാധാന പുസ്തകം തിയേറ്ററിൽ വലിയൊരു വിജയമാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.